ഇനി ഞങ്ങൾ രാം മന്ദിർ കാണാനാണ് പോയത്. ഞങ്ങൾക്ക് പാസ് കിട്ടിയത് 1 മണിക്കാണെങ്കിലും 12 മണിക്ക് തന്നെ അവർ ഞങ്ങളെ അകത്ത് കയറ്റി. ഇതെല്ലാം ഞങ്ങൾ ഗൂഗിൾ മാപ്പിട്ട് പോയ വഴികളാണ്. ഗൂഗിൾ മാപ്പാണെങ്കിലും ഞങ്ങളെ കുറേ പ്രാവശ്യം വഴി തെറ്റിച്ചു. ഗൂഗിൾ മാപ്പിൽ എക്സാക്റ്റ് ലൊക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് അവിടെ നിന്ന പോലീസുകാരോട് ചോദിച്ച് ഞങ്ങൾ രാം മന്ദിറിൻ്റെ അടുത്തെത്തി. രാം മന്ദിറിൽ മൊബൈൽ ഫോൺ അകത്തു കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ ഫ്രീ ലോക്കറിൽ സൂക്ഷിക്കാം. എന്നാലും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ പരിചയമുണ്ടെങ്കിൽ അകത്തെ ഫോട്ടോസ് എടുക്കാവുന്നതാണ്. ഞങ്ങൾ ഓൺലൈൻ വഴിയാണ് പാസ് എടുത്തത്. ഇനി പാസ് എടുക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ആദ്യം രാമക്ഷേത്രത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക. അതിൽ റിസർവ് യുവർ പാസസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ആരതി ദർശനം ഫ്രീ സുഖദർശനവുമുണ്ട്. ഞങ്ങൾ ഫ്രീ സുഖദർശനം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോൺ നമ്പർ കൊടുത്ത് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഏത് ഡേറ്റ്, ഏത് ടൈം, എത്ര തീർത്ഥാടകർ ഉണ്ട് എന്ന് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്തതിന് ശേഷം പാസ് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ആ പാസിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് മെയിൻ എൻട്രൻസിൽ നിൽക്കുന്ന പോലീസുകാരെ കാണിച്ചാൽ അവർ ഞങ്ങളെ ക്യൂവിൽ നിൽക്കാതെ അകത്ത് കൊണ്ടുപോകും. ദിവസം 100 പാസുകളാണ് അവർ ഇഷ്യൂ ചെയ്യുന്നത്. ഇത് രാം മന്ദിറിൻ്റെ മുമ്പിലത്തെ ഭാഗമാണ്. ഇനിയും പണി കഴിയാനുണ്ട്. ഞങ്ങൾ രാംലല്ലയെ കണ്ട് തൊഴുതിറങ്ങി. ഇത് മുഴുവനും ഷോപ്പിംഗ് ബസാറാണ്. ഇനി ഞങ്ങൾ ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരം കാണാനാണ് പോയത്. അയോധ്യയിലെ രാംകോട്ടിൽ സ്ഥിതി ചെയ്യുന്ന ദശരഥ മഹൽ ദശരഥജിയുടെ രാജകൊട്ടാരമാണ്. ഇന്നത് സിദ്ധപീഠമായി കണക്കാക്കപ്പെടുന്നു. വിശ്വാസമനുസരിച്ച് ത്രേതായുഗത്തിൽ ദശരഥ രാജാവാണ് ഈ കൊട്ടാരം സ്ഥാപിച്ചത്. വൈഷ്ണവ പാരമ്പര്യമുള്ള പ്രസിദ്ധമായ പീഠവും വിന്ദു ഗാന്ധിയിലെ ഏറ്റവും ഉയർന്ന പീഠവും ഈ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പുരാണ കൊട്ടാരം പലതവണ പുതുക്കി പണിതിട്ടുണ്ട്. ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കൊട്ടാരം രാവിലെ 8 മണി മുതൽ 12 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 വരെയും വിനോദസഞ്ചാരികൾക്കായി തുറന്നിരിക്കും. ഈ കാണുന്നത് രാജദ്വാർ മന്ദിറാണ്. അയോധ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഈ ക്ഷേത്രം ശ്രീരാമസ്വാമിക്ക് സമർപ്പിക്കപ്പെട്ടതാണ്. ഇനി ഞങ്ങൾ പോയത് തുളസി ഉദ്യാനം കാണാനാണ്. വൈകുന്നേരം ഇവിടെ കാറ്റും കൊണ്ട് ഇരിക്കാം. 3 ദിവസത്തെ അയോധ്യ ട്രിപ്പ് ഇവിടെ അവസാനിക്കുന്നു. നാളെ ഞങ്ങൾ ലക്നൌവിലേക്ക് മടങ്ങുന്നു. അതുവരെ എല്ലാവർക്കും നമസ്കാരം.